പക്ഷാഘാതം വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? എന്താണ് വാസ്കുലാർ സർജറി? ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വാസ്കുലാർ സർജനാണ് നമ്മളോടൊപ്പം ഉള്ളത്, SUT ഹോസ്പിറ്റൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. വെൽക്കം ടു ദ ഷോ. നമസ്കാരം ഡോക്ടർ, ഈ പക്ഷാഘാതം എന്ന് പറയുന്ന രോഗം വരുമ്പോൾ തന്നെ നമുക്ക് പല ചികിത്സകളുണ്ട്. ആദ്യം തന്നെ നമുക്ക് പക്ഷാഘാതം എന്താണെന്ന് നമുക്ക് പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു 60-70 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരു കയ്യിനും കാലിനും സ്വാധീനക്കുറവ് വന്ന് അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഭക്ഷണം കഴിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടാവുക, പിന്നെ കാലിങ്ങനെ എന്താണ് സാധാരണ നടക്കുന്ന മാതിരി അല്ലാതെ കാലിങ്ങനെ വേയിച്ച് നടക്കേണ്ടി വരിക, അങ്ങനെയുള്ള ഒരു പ്രയാസം വരുമ്പോഴാണ് നമ്മൾ പക്ഷാഘാതം എന്ന് പറയുന്നത്. പക്ഷേ ഈ പക്ഷാഘാതത്തിന് തന്നെ ഇതിപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാലിന് നടക്കാൻ പറ്റാത്തതോ കയ്യിന് ഉപയോഗിക്കാൻ പറ്റാത്തതോ ചിലപ്പോൾ കിടപ്പാവോ ചെയ്ത രോഗിയുടെ കാര്യമാണ് ഈ പക്ഷാഘാതം. അത് അതിൻ്റെ എക്സ്ട്രീമിലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഈ ഏജ് കൂടിയ ആളുകൾക്ക് മാത്രമേ പക്ഷാഘാതം വരുള്ളൂ? സാധാരണ ഇതിന് അങ്ങനെ വരുള്ളൂ. പക്ഷേ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്താ വെച്ചാൽ ഈ പക്ഷാഘാതം ഏറ്റവും നമുക്ക് ഇപ്പം ഞങ്ങളൊക്കെ ഓപ്പറേഷൻ ചെയ്തോ അല്ലെങ്കിൽ കീഹോൾ സർജറി ചെയ്തോ മാറ്റുന്നത് ഈ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴൽ, ഈ നമ്മുടെ ഈ ആഡംസ് ആപ്പിൾ എന്ന് പറഞ്ഞ കഴുത്തിൻ്റെ ഈ ആംഗിൾ ഓഫ് മാൻഡിബിൾ എന്ന് പറയും, ഈ ചെവിയുടെയൊക്കെ താഴെയായിട്ട് ഒരു ഇഞ്ച് താഴെയായിട്ടാണ് അത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലായും പിന്നെ നമ്മുടെ മൂക്കിലേക്ക് ചുണ്ടിലേക്ക് ആ പോകുന്ന വഴിക്ക് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷൻ വന്ന് ആ വഴി തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ചെറിയൊരു ഡാമേജ് മാതിരി വന്ന് അവിടെ രക്തം കെട്ടുപിടിച്ച് തലച്ചോറിലേക്ക് പോവുകയോ ചെയ്യുന്നാലാണ് ഈ പക്ഷാഘാതമായിട്ട് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് കൂടാതെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ രക്തക്കുഴൽ വന്നാലും ഇങ്ങനെ പക്ഷാഘാതം ഉണ്ടാവാം. പിന്നെ ഹൃദയത്തിൻ്റെ മിടിപ്പ് താളം തെറ്റി ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും, ആ അസുഖം വന്നാലും ഹാർട്ടിനകത്ത് രക്തക്കുഴലുണ്ട്, അവിടെ ഹാർട്ടിനകത്തൊരു ചേംബറിൽ ഒരു അറയിൽ രക്തം കട്ടപിടിച്ച്. പിന്നെ ഉള്ളത് നമ്മുടെ മഹാധമനിയിൽ അതെറോസ്ക്ലറോസിസ് എന്ന് പറഞ്ഞ കൊഴുപ്പിൻ്റെ അംശം വന്ന് അതും ചെറിയ ചെറിയ മണൽത്തരികളുമായി ബ്രെയിനിലേക്ക് പോയാലും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ 4-5 പ്രക്രിയ കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാവുന്നെങ്കിലും നമുക്ക് കൂടുതലായിട്ടും കീഹോളോ അല്ലെങ്കിൽ അതായത് സ്റ്റെൻഡിങ് എന്ന് പറയും അല്ലെങ്കിൽ കരോട്ടിഡ് എൻഡാട്രക്ടമി എന്ന ഓപ്പറേഷനോ ചെയ്ത് ഈ അസുഖം വരുന്നതിന് മുമ്പ്, അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ 100% പേഷ്യൻറ്റിന് നമുക്ക് അസുഖത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് പൊക്കുമ്പോഴോ കാപ്പി കുടിക്കാൻ പോകുമ്പോൾ തന്നെ ഗ്ലാസ് കയ്യിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ ഈ നമ്മുടെ മറ്റേ വായുടെ ഒരു ഭാഗം ഇങ്ങനെ കോടിയിരിക്കുക, സംസാരത്തിന് വ്യക്തത വരാതിരിക്കുക. പിന്നെ ഒന്നുള്ളത് നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിലൊരു സ്ക്രീൻ വെച്ച മാതിരി കംപ്ലീറ്റ് ഒരു ഷട്ട് ഓഫ് വരിക, ഇങ്ങനെയുള്ള. പിന്നെ ഒരു ഫുള്ളായിട്ട് സ്ട്രോക്ക് തന്നെ വന്ന് കിടപ്പിലായി ഒരു 2-3 മാസത്തിനുള്ളിൽ അതിന് ചികിത്സയും എക്സസൈസും ചെയ്ത് നോർമലാവുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗിക്ക് നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ഏതെങ്കിലും MD ഡോക്ടറെ അടുത്താണ് അവർ ചെല്ലുക. ആദ്യം അവിടെ ഡോക്ടറെ ചെല്ലും. അപ്പോൾ അവർക്ക് ചില MD ഡോക്ടർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രോക്കിൻ്റെ ഏതെങ്കിലും ഒരു ഇത് വന്നാൽ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഒരു CT സ്കാനിന് വിടും. ആ CT സ്കാനിൽ രക്തസ്രാവം ഉണ്ടായെങ്കിൽ നമുക്ക് അതിൻ്റെ ചികിത്സ വേറെയാണ്, അതിൻ്റെ അസുഖം വേറെയാണ്. അതായത് ചെറിയ ചെറിയ രക്തക്കുഴൽ പൊട്ടുകയോ ബ്ലഡ് ഹൈപ്പർ ടെൻഷൻ BP അധികം വന്ന് ബ്ലഡ് പോയി അങ്ങനെ നമുക്ക് ഈ തലച്ചോറ് ക്ലോട്ടായി കിടന്ന് പ്രഷർ വരുന്നത്. അതല്ല, അതിൽ രക്തസ്രാവം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹാർട്ടിൽ നിന്നോ മഹാധമനിയിൽ നിന്നോ കരോട്ടിഡ് ആർട്ടറിയിൽ നിന്നോ ചെറിയ മണൽത്തരിമാരെയോ ചെറിയ ചെറിയ ബ്ലഡ് ക്ലോട്ട്സ് പോയി സിംറ്റംസ് ഉണ്ട്. അതിനവർ ഉടനെ തന്നെ അവിടെ മറ്റേ CT റൂമിൽ തന്നെ അവർ ഇഞ്ചക്ഷൻ കൊടുക്കും. ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിനും ഒക്കെ വിഷമമുള്ള ആൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ നോർമലാവും. പക്ഷെ ആ നോർമൽ സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് അത് പ്രത്യക്ഷത്തിൽ എടുക്കാൻ പറ്റില്ല. ഇൻ ദ സെൻസ് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ കാരണത്തിനുള്ള ചികിത്സ ചെയ്യണം. അതായത് രക്തപരിശോധന ചെയ്യണം, പിന്നെ നമ്മൾ ഡോപ്ലർ ടെസ്റ്റ് എടുക്കണം, പിന്നെ CT എടുക്കണം. അതിനുശേഷം ഏത് കാരണം, പിന്നെ എക്കോ ടെസ്റ്റ് എടുക്കേണ്ടി വരും, ECG എടുക്കേണ്ടി വരും. അത് എവിടെ നിന്നാണ് അതിൻ്റെ മൂലകാരണം എന്നറിഞ്ഞ് അതിനുള്ള ചികിത്സ നമ്മൾ സാധാരണ 1 മാസത്തോളം അല്ലെങ്കിൽ 3 ആഴ്ചത്തോളം
മരുന്ന് കൊടുത്ത് അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടായിരിക്കും ഈ ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പക്ഷാഘാതം ഈ സർജറിയിലേക്കൊക്കെ പോകുന്നത് എങ്ങനെയാണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു സ്ട്രോക്ക് വരുമ്പോഴാണോ ഈ ഒരു ഇതിൽ ഈ രോഗിക്ക് ഏത് ബുദ്ധിമുട്ട് വന്നാലും അതായത് ഒരു MD ഫിസിഷ്യന് മനസ്സിലാക്കും. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ CT സ്കാനുള്ള ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ന്യൂറോളജിസ്റ്റ് മിക്ക ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവും. CT എടുത്ത് രക്തസ്രാവമല്ലെന്ന് പറഞ്ഞാൽ അവർ ഈ ബ്ലഡ് തിന്നർ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് തന്നെ രോഗിക്ക് ഇമ്പ്രൂവ്മെന്റ് വരും. അത് കഴിഞ്ഞ് 2 ദിവസം അവിടെ കിടത്തി അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാവും. അത് മനസ്സിലായിട്ട് അവർ ഈ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലിന് 70% അതിൽ കൂടുതലോ തടസ്സമുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് ഞാൻ പറഞ്ഞു ആദ്യമേ 3-4 ആഴ്ച മരുന്ന് കൊടുക്കണം. എന്ന് വെച്ചാൽ ആ ഭാഗം കുറച്ചൊരു വൾണറബിലിറ്റി എന്ന് പറയും. അവിടെ നിന്ന് ക്ലോട്ട് പോകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ കീ ഹോൾ ചെയ്താൽ പിന്നെ അതിൽ നമ്മൾ ബ്ലഡ് ക്ലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കൊഴുപ്പിൻ്റെ അംശം അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാനാണ് 3-4 ആഴ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആ കൊഴുപ്പിൻ്റെ അംശമുള്ള മൊത്തം കാര്യങ്ങൾ നമ്മൾ ഇവിടെ കഴുത്തിലൊരു ഓപ്പറേഷൻ ഒരു 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഈ കഴുത്തിൽ ഓപ്പറേഷൻ ചെയ്ത് ആ രക്തക്കുഴൽ കണ്ടുപിടിച്ച് ഈ 3 രക്തക്കുഴൽ നമ്മൾ തടുത്ത് നിർത്തി രക്തക്കുഴൽ ആദ്യം ബ്ലഡ് തിന്നർ ഇഞ്ചക്ഷൻ കൊടുക്കും. എന്നിട്ട് ആ കൊഴുപ്പിൻ്റെ അംശവും കൊളസ്ട്രോളെല്ലാം എടുത്തു മാറ്റി ഞങ്ങൾ അതൊരു 5-8 മിനിറ്റിനുള്ളിൽ അത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. അതിന് ശേഷം നമ്മളത് റിപ്പയർ ചെയ്ത് അതൊന്ന് വൈഡാക്കാനായിട്ട്. നേരിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാലിൽ നിന്ന് ഞരമ്പെടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ഗ്രാഫ്റ്റ് എടുത്ത് നമുക്ക് അതൊന്ന് വികസിപ്പിച്ച് വെക്കണം. അല്ലെങ്കിൽ സ്റ്റിച്ച് അവിടെ തന്നെ ഇടുമ്പോഴേക്കും അത് പിന്നെയും തടസ്സം വരാനുണ്ട്. അത് കഴിഞ്ഞ് ഷണ്ട് മാറ്റി അത് കഴിഞ്ഞ് ഒരു 2 ദിവസം ICUവിലും 4-5 ദിവസം വാർഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രക്തക്കുഴലിനെ സംബന്ധിച്ചോളം ആ ഭാഗത്തുനിന്ന് തലച്ചോറിലേക്ക് പ്രയാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. 10-15 കൊല്ലം കഴിഞ്ഞിട്ടുള്ള രോഗികളുടെ ടെസ്റ്റിംഗ് നമ്മൾ CT ചെയ്ത് നോക്കുമ്പോൾ നോർമൽ CT ആയിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം എക്കോസ്പിരിൻ എന്ന് പറഞ്ഞ മരുന്ന് ബ്ലഡ് തിന്നർ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് കഴിക്കണം. പിന്നെ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ ഈ ഓപ്പറേറ്റ് ചെയ്ത ഭാഗത്തിനും വേറെ ശരീരത്തിൽ ഇപ്പോൾ 3-4 ലൊക്കേഷൻ എന്ന് പറയും. അതായത് ഈ മഹാധമനിയുടെ ഡിവിഷനും കാലിലേക്കുള്ള രക്തക്കുഴൽ, പിന്നെ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ പോകുന്നത്, പിന്നെ ഈ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന ബ്രെയിൻ, ഈ 3 ലൊക്കേഷനിലാണ് കൂടുതലും ഈ കൊഴുപ്പിൻ്റെ അംശം വരിക. അങ്ങനെ വരുമ്പോൾ അത് എല്ലാം ഒരേ ഡിഗ്രി കൂടുതലുണ്ടാവില്ല. ഏതാണോ കൂടുതൽ ഇപ്പം നമുക്ക് മറ്റൊരു ഭാഗത്ത് ഉണ്ടോ എന്നൊരു ടെസ്റ്റിംഗ് ചെയ്ത് നോക്കും കൂടെ വേണം. അങ്ങനെ നോക്കിയിട്ട് അവിടുത്തെ പ്രയാസങ്ങൾ കൂടാതിരിക്കാനും ഓപ്പറേഷൻ ചെയ്ത ഭാഗം സ്റ്റെബിലൈസ് ചെയ്യാനും വേണ്ടി നമ്മൾ സ്റ്റാറ്റിനും എക്കോസ്പിരിനും, പിന്നെ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിൻ്റെ ചികിത്സ, BP ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ, പുകവലി തീർത്തും നിർത്തണം. അപായടിച്ചാൽ പുക വലിച്ചുകൊണ്ടിരുന്നാൽ അവിടെ കൂടുതൽ പ്രയാസങ്ങൾ വരും. പിന്നെ ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു തിരിച്ചാണ് പോണെങ്കിലും ഒന്ന് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ BP ഉണ്ടാവുക, പുകവലി ഉണ്ടാവുക. പിന്നെ സാധാരണ ഞങ്ങൾ ഈ സ്ട്രോക്കിന് കണ്ടിരിക്കുന്നത് ഒരു 10 രോഗികളെടുത്താൽ 8-9 പേരും ആണുങ്ങളായിരിക്കും. അതിൻ്റെ കാരണം മെയിൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെയുള്ളത് 60-65 വയസ്സിൽ കൂടുതലുണ്ടാവുക. പിന്നെ ഒരളവ് സ്ട്രെസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്ട്രെസ് ഇല്ലാത്ത ആരുമില്ല. ഏത് ജോലിയിൽ ഏർപ്പെടായാലും എന്ത് ചെയ്യാൻ പക്ഷെ അതിന് നല്ല കുറച്ച് കായികമായി ചെയ്യുകയാണെങ്കിൽ മേ ബി കുറച്ച് സ്ട്രെസ് കുറവാണ്. ബാക്കിയുള്ള എല്ലാ ജോലികളിലും കുറച്ച് സ്ട്രെസ്സാണ്. നമുക്ക് സമയത്തിന് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോൾ സ്ട്രെസ്സ് മാത്രമുള്ള ഈ ഷുഗർ ഉണ്ടാവില്ല, പുകവലി ഉണ്ടാവില്ല, BP ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്കും 1-10 ഒരാൾക്ക് അവർക്കും വരാം. അതിൻ്റെ ഫാക്ടർ സ്ട്രെസ് ആയിരിക്കും. ആണ് എന്നുള്ള ജെൻഡർ ഇതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിധത്തിൽ സിംറ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് കീ ഹോൾ സർജറി ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ സർജറി ആയിട്ടോ ചെയ്യാം. ഇതിപ്പോൾ ഒരു 60-70-80 വരെയോ അതുകൊണ്ട് സിംറ്റം ഒന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചാണെങ്കിൽ അതിന് ചികിത്സ ഈ മാതിരി കീ ഹോളോ ഓപ്പറേഷനോ ആവശ്യമില്ല. മരുന്നുകൊണ്ട് തന്നെ ബെസ്റ്റ് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഒരു ട്രയൽ തന്നെയുണ്ട്. അത് വെച്ച് നമുക്ക് രോഗിയെ ചികിത്സിക്കാൻ പറ്റും. 80 എന്നുള്ള ഒരു 60-50 ആക്കുകയാണെങ്കിൽ പിന്നെ അതിന്
ഈ മരുന്ന് കൊണ്ട് തുടർന്ന് കഴിക്കാനും പറ്റും. ഈ ഒരു കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി, എല്ലാത്തിനും ഓപ്പൺ സർജറി, കീ ഹോൾ സർജറി അതിന്റെ ആവശ്യം വരാറില്ലെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു. എന്തൊക്കെ സർജറീസ് ആയിരിക്കും ഉള്ളത്? ഈ കീ ഹോൾ ആണ്, ഓപ്പൺ, പിന്നെ വേറെ നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അതായത് ഇപ്പൊ കുറെ സ്റ്റഡീസ്, ഒരു 400-500 ട്രയൽസ് നടന്നിട്ടുണ്ട്. അപ്പം അതിലെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് മറ്റേ തുറന്ന ഓപ്പറേഷൻ അത്ര ഒരു വലിയൊരു റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 100 പേഷ്യൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ആ 100 പേരും വലിയൊരു കോംപ്ലിക്കേഷൻ കൂടാതെ സുഖമായിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒരു 10-12 റെസിഡൻസിനെ പഠിപ്പിച്ച അവർ ഇന്ത്യയിൽ ചണ്ഡീഗഡ് തൊട്ട് അമൃത, ഹൈദരാബാദ്, ട്രിച്ചി, പിന്നെ എന്താ പറയണ്ടേ, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, പിന്നെ ഇവിടെ തന്നെ ശ്രീചിത്രയിൽ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരേമാതിരി ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സമയവും ഒരു 98%ഓളം നമ്മുടെ ഓപ്പറേഷൻ കൊണ്ട് വലിയൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ രോഗം മാറ്റി എടുക്കാൻ പറ്റും. അത് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 സിറ്റുവേഷനിലും ശരിക്കും കരോട്ടിഡ് എൻഡാർട്ടറി ഓപ്പറേഷനാണ്. അത് പറ്റാത്ത രോഗികൾക്ക് പ്രായം ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു 80-85 വലിയ സ്റ്റാമിന കാണുന്നില്ല, അവർക്ക് ശ്വാസമുട്ടുണ്ടാവാം, കുറച്ച് കിഡ്നി പ്രോബ്ലം, കുറച്ച് ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവാം, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നെഞ്ചുവേദന ഉണ്ടാവാം, ശ്വാസമുട്ട്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റെൻഡിങ് ആണ് നല്ലത്. ഓപ്പറേഷന് ഫിറ്റ് അല്ലാത്ത ആൾക്കാർക്കാണ് സാധാരണ സ്റ്റെൻഡിങ് ഉപയോഗിക്കുക. പിന്നെ ഒരു സിംറ്റംസ് ഇല്ലാതെ നമ്മൾ ഇവിടെ ഒരു തടസ്സം 70%-80% കാണുകയാണെങ്കിൽ അവർക്ക് സ്റ്റെൻഡിങ്ങോ ഓപ്പറേഷനോ ഏതായാലും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ സിംറ്റംസ് ഇങ്ങനത്തെ ഒരു രോഗലക്ഷണം കണ്ട് നമ്മൾ 80%-70% കാണുകയാണെങ്കിൽ അവർക്ക് തുറന്ന ഓപ്പറേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത്. ലോകത്തെമ്പാടും അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരുവിധം റിക്കവർ ആയി വരാറുണ്ട്. തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് ലൈക്ക് ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു 95% ആൾക്കാർക്കും ബാക്ക് ടു പോകാൻ പറ്റും. ബാക്കിയുള്ളവർക്കും പറ്റും, പക്ഷെ അവർ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓപ്പറേഷന് ശേഷം അവർ നോർമൽ ഫംഗ്ഷനിലേക്ക് തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന നോർമൽ ഫംഗ്ഷനിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രോക്ക് വന്നാൽ മരണമുണ്ട് എന്ന് പറയുന്നതിനേക്കാളും ഇപ്പോൾ ഒരു 95 അല്ലെങ്കിൽ ഒരു 98%ഓളം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് തന്നെ പറയാൻ പറ്റും. അതായത് മെഡിസിൻ ആയിരുന്നാലും അതുപോലെയുള്ള സർജറീസ് ആയിരുന്നാലും എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് എന്താ പറയുക ടെക്നോളജി ഒത്തിരി വളർന്നിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സോ ആരും തന്നെ സ്ട്രോക്ക് വരുന്നവർ ഇതുപോലെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റ് ചെയ്ത് എന്താ പറയുക മെഡിസിൻ എടുക്കാതെ വെയിറ്റ് ചെയ്ത് ഇരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ഡോക്ടറിനെ വന്ന് കാണുക, കൺസൾട്ട് ചെയ്യുക, മെഡിസിൻ എടുക്കുക, അതുപോലെയുള്ള സർജറി ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. എനിവേ മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.